സൂരജ് ലാമയുടെ മരണത്തിൽ പോലീസിന് വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം. ലജ്ജ തോന്നുന്നുവെന്നും ആ മകനോട് എന്ത് പറയുമെന്നും കോടതിയുടെ ചോദ്യം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി പോലീസ് ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകാനും ഹൈക്കോടതി നിർദ്ദേശം. കളമശ്ശേരി HMT ഭാഗത്തു നിന്നും ലഭിച്ച മൃതദേഹം സൂരജ് ലാമയുടേതെന്ന് DNA പരിശോധനയിൽ സ്ഥിരീകരിച്ചിരുന്നു. HMT ഭാഗത്തു നിന്നും കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടേതെന്ന് DNA ഫലം സ്ഥിരീകരിച്ചതോടെയാണ് പോലീസ് സംവിധാനത്തിന്റെ വീഴ്ചയെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് അതിരൂക്ഷമായി വിമർശിച്ചത്. പോലീസ് സംവിധാനങ്ങളോട് ലജ്ജ തോന്നുന്നു. സൂരജ് ലാമയുടെ മകനോട് എന്തു പറയുമെന്നും ഹൈക്കോടതി ചോദ്യമുന്നയിച്ചു. സൂരജ് ലാമയെ കൊണ്ടുപോയ ആംബുലൻസിനെ പോലീസ് അനുഗമിച്ചിരുന്നില്ലെന്ന് അഭിഭാഷകൻ അറിയിച്ചപ്പോൾ പോലീസിന്റെ അകമ്പടി നൽകണമെങ്കിൽ VIP ആകണമല്ലോ എന്നായിരുന്നു ഹൈക്കോടതിയുടെ പരിഹാസ രൂപേണയുള്ള മറുപടി. ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും അധികാരമുണ്ടാകണമെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. സൂരജ് ലാമയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. തുടർന്ന് സൂരജ് ലാമയുടെ മകൻ സന്തൻ ലാമ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനായി മാറ്റി. നവംബർ 30-ന് കളമശ്ശേരി HMT ഭാഗത്തു നിന്നും കണ്ടെത്തിയ മൃതദേഹമാണ് സൂരജ് ലാമയുടേതെന്ന സ്ഥിരീകരണം വന്നത്. നഗരപരിധിയിലെ ഇത്തരമൊരു വിജനമായ പ്രദേശത്ത് പോലീസിന്റെ ശ്രദ്ധയെത്താതെ പോയത് ഹൈക്കോടതി വിമർശിച്ചിരുന്നു. കുവൈറ്റ് വിഷമദ്യ ദുരന്തത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട സൂരജ് ലാമയെ ബംഗളൂരുവിന് പകരം കൊച്ചിയിലേക്ക് അധികൃതർ വിമാനത്തിൽ കയറ്റിവിട്ടു. കൊച്ചിയിലെത്തിയ ലാമയെ കളമശ്ശേരി ഭാഗത്ത് വെച്ച് പിന്നീട് കാണാതാവുകയായിരുന്നു. ജനം, കൊച്ചി.